എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിലെ റൈൻ വെള്ളച്ചാട്ടം കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് റൈൻ വെള്ളച്ചാട്ടം. സ്വിറ്റ്സർലാൻഡിലെ ഷാഫ്ഹൗസൻ എന്ന നഗരത്തിന് അടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയും സ്വിറ്റ്സർലാൻഡിൻ്റെയും ഇതിൻ്റെ ബോർഡറിലാണ് ഈ വെള്ളച്ചാട്ടം ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന ഷോഫ്ഹൈം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ബസ്സും 3 ട്രെയിനോളം പിടിച്ചിട്ട് വേണം എനിക്ക് അവിടെ എത്തിച്ചേരാൻ. കഴിഞ്ഞ യാത്രയെ അപേക്ഷിച്ച് ഇത് തീർത്തും വ്യത്യസ്തമാണ്. സ്വിറ്റ്സർലാൻഡ് എന്ന രാജ്യം കാണാൻ എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മൊബൈലിലും TV-യിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ഭംഗിയും പച്ചപ്പും കാര്യങ്ങളൊക്കെ. ഈ കാണുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ ട്രെയിനാണ്. ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ആദ്യമായാണ് ഇങ്ങനെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. എന്തായാലും ആദ്യമായിട്ട് കയറുകയല്ലേ, മോളിൽ തന്നെ സീറ്റ് പിടിക്കാമെന്ന് കരുതി. രണ്ട് മൂന്ന് ദിവസമായി ഈ മഴച്ചാറ്റൽ നിൽക്കാതെ പെയ്യുകയാണ്. ഏത് നേരത്തും ഈ മഴച്ചാറ്റലാണ്. ചെറിയ ചാറ്റൽ. കുട ആവശ്യമില്ല, എന്നാലും മഴയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളും വീടുകളും ഒന്ന് നോക്കിക്കേ, എത്ര വ്യത്യസ്തമായാണ് അവർ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. ഡബിൾ ഡെക്കർ ബസ് അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. മേലെ ഇരുന്ന് യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഈ ഫ്ലൈറ്റിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ അനൗൺസ്മെൻറ്റ് ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ലോക്കോ പൈലറ്റ് നമുക്ക് തരും. ഡോറൊക്കെ തുറക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ. സ്വിച്ച് അമർത്തി നമ്മൾ തന്നെയാണ് ഡോർ തുറക്കേണ്ടത്. ഇനി അടുത്ത ട്രെയിനുള്ള വെയിറ്റിംഗ് ആണ്. ഇത് സ്വിറ്റ്സർലാൻഡിൻ്റെ ട്രെയിനാണ് കേട്ടോ. അതിൻ്റെ കളറും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അത് ബ്യൂട്ടിഫുള്ളായ ഒരു ട്രെയിനാണ്. സൂപ്പർ ട്രെയിനാണ്. ഫുള്ള് കളർഫുള്ളും കാര്യങ്ങളൊക്കെയാണ്. അധികാരം ഇല്ല ട്രെയിനിൽ. നമുക്ക് പോയി നോക്കാം. ഓക്കെ, നമ്മൾ പേർസിംഗനിലാണ്. നമ്മൾ വാട്ടർഫോൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രെയിൻ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത ട്രെയിനിൽ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നല്ല സൂപ്പർ ട്രെയിനും കാര്യങ്ങളൊക്കെയാണ്, കളർഫുൾ. സ്വിറ്റ്സർലാൻഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്.
അവരവരുടെ പ്രകൃതിയെ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പച്ചപ്പ് നമ്മൾ കാണുന്ന പോലെ ഈ പച്ചപ്പ് തന്നെ ഉണ്ടായതല്ല, അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഞാൻ ചിന്തിച്ചിരുന്നത് അവരുടെ ദേശത്ത്, അവരുടെ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഈ പച്ചപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിരിക്കുമെന്നാണ്. ഇന്ന് പുതുതായി കിട്ടിയ അറിവാണ്. കാരണം അത് നട്ട് വളർത്തുന്നതാണ് ഈ പച്ചപ്പൊക്കെ. ട്രെയിനിൽ കാര്യമായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ മുതലാവുന്നതെന്ന്. ഞാൻ പറഞ്ഞ പോലെ സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡർ കടന്നപ്പോൾ നമുക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പച്ചപ്പും ഭംഗിയും ഹരിതാപവും എന്നൊക്കെ പറയണ പോലെ നമുക്കിതൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് എത്താറായി. രണ്ട് മൂന്ന് ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 700 മീറ്റർ നടന്ന വെള്ളച്ചാട്ടമാണ്. മഴ മാറിയ നേരമില്ല കേട്ടോ, എപ്പോഴും ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ റൈൻ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടി നടന്ന റൈൻ വെള്ളച്ചാട്ടമാണ്. അതിന്റെ രമ്പിൽ ഇവിടെ നിന്ന് തന്നെ കേൾക്കാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. നല്ല മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ചാറ്റിലൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഏകദേശം അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ആടൊക്കെ ഉണ്ട്. അപ്പൊ ആടിന് ഫുഡൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, അവിടെ നിൽക്കണ കണ്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ട് ഒരു പഴയ കൊട്ടാരവും എല്ലാം ഉണ്ട്. ഒരു റെയിൽ പാളമൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ.
കുട പണി വന്നു ഗൈസ്, ഭയങ്കര കാറ്റാണ്. ഈ നാട്ടിലൊക്കെ വെള്ളത്തിന് ഭയങ്കര വിലയാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെള്ളം, നല്ല തെളിവെള്ളം കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കുടിക്കാം. ദൂരെ നോക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്, താഴോട്ടേക്ക് ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഭയങ്കര വിശപ്പ്. നമ്മൾ റൈസും കുറച്ച് നൂഡിൽസും വാങ്ങി, ഒരു മസാല ചായ. നമുക്ക് വന്ന ബില്ലാണ് 39 സ്വിസ് ഫ്രാങ്ക് ആയി അവിടെ കഴിച്ചപ്പോൾ. 39 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 4700 രൂപ വരും. സ്വിറ്റ്സർലൻഡിൽ ജീവിക്കുന്നവർക്കറിയാം ഏകദേശം എല്ലാത്തിനും നല്ല ചിലവാണ്. നല്ല എക്സ്പെൻസുള്ള രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരിക്കുന്നു, തീരെ പ്രതീക്ഷിച്ചില്ല. ഹിന്ദിക്കാരുടെയാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ട് അവിടെ. അപ്പം എന്തായാലും ഇതുവരെ വന്നില്ലേ, അപ്പം ഒന്ന് പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. മൂന്ന് തരത്തിലുള്ള ബോട്ടുകളാണ് ഉള്ളത്. ചുവപ്പ്, നീല, പച്ച, അങ്ങനെ 3 കളറുകൾ ഉള്ള ബോട്ടുകളാണ് ഉള്ളത്. ഈ ചുവപ്പ് ബോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അക്കരയ്ക്ക് ആളെ കൊണ്ടുവന്ന ബോട്ടാണ്. പിന്നെ ഉള്ളത് മഞ്ഞ, പച്ച, നീല അങ്ങനെയൊക്കെ ഉണ്ട്. 15 മിനിറ്റ്, 30 മിനിറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. 30 മിനിറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഒരു ദ്വീപ് വരെ കൊണ്ടുവരും. ഈ കാണുന്നത് അക്കരയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനും ഒരു ടിക്കറ്റ് എടുത്തു. 15 മിനിറ്റത്തേക്കുള്ള ടിക്കറ്റാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകും, 2 പ്രാവശ്യം കൊണ്ടുവരും. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തു, ഒന്ന് പോയി നോക്കാം. ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ. ആള് പുലിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ബോട്ടിൽ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു കേട്ടോ, ഹിന്ദിക്കാരാണ്. ഇവിടെ വരുന്ന ഒരുവിധം ടൂറിസ്റ്റുകളൊക്കെ ഇന്ത്യക്കാരും ചൈനീസുകാരുമാണ്.
സംഭവം അടിപൊളി പരിപാടിയാണ്. ഒരു വട്ടം പോയി വന്നു, ഇനി വീണ്ടും അങ്ങോട്ടേക്ക് വീണ്ടും പോവുകയാണ്. അടുത്ത ട്രിപ്പ് പോകുമ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി അടുത്ത് ചെന്ന് കാണാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അടിപൊളിയായിരുന്നു. ഇതൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ സീൻസാണ് അല്ലേ? പിന്നെ കുറച്ച് ഫോട്ടോ സെഷനായിരുന്നു. നേരത്തെ കുടിച്ച ചായ വല്ലാണ്ടങ്ങ് ഇഷ്ടമായി. അപ്പോൾ ഒന്നുകൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. സമയം ഒരു 5 മണിയോളം ആവാറായി. ഇനി പോവാനുള്ള സമയമാണ്. ട്രെയിൻ നോക്കി നിന്ന് കഷ്ടപ്പെട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ട്രെയിൻ വന്നു. ഇവിടെ അങ്ങനെയാണ്, ട്രാവലിങ്ങിനൊക്കെ പൊതുഗതാഗതം വളരെ ഈസിയാണ്. ട്രെയിനും ബസ്സും എല്ലാം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഇത് വീണ്ടും ഡബിൾ ഡെക്കർ 2 നില ട്രെയിനാണ് വീണ്ടും കിട്ടിയത്. വീണ്ടും തിരക്കൊന്നുമില്ലാത്ത ട്രെയിനാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ വീണ്ടും ജർമ്മനിയിലേക്ക് പോകുമ്പോൾ ജർമ്മൻ ട്രെയിൻ വീണ്ടും കയറണം.
നിങ്ങളിത് കണ്ടോ, ഒരേ ട്രാക്കിൽ തന്നെ 2 ട്രെയിൻ. ഇടത്തെ സൈഡിലുള്ളത് ജർമ്മനിയുടെ ട്രെയിൻ, വലത്തെ സൈഡിലുള്ളത് സ്വിറ്റ്സർലൻഡിൻ്റെ ട്രെയിൻ. മടക്കയാത്രയാണ്. സമയം ഏകദേശം 6:30-7 മണിയോളം ആവാറായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി അടുത്ത ട്രെയിൻ പിടിക്കണം. ഏകദേശം വീടെത്താറായി. ഇപ്പം നിങ്ങൾ ആകാശത്തേക്ക് ഒന്ന് നോക്കിക്കേ, എത്ര മണിയായി കാണും? ഏകദേശം 4-4:30 അല്ലേ? ആക്ച്വലി ഇവിടെ ഇപ്പോൾ സമയം 7:30 മണിയാവുകയാണ്. ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എത്രയും പെട്ടെന്ന് ചെയ്യണേ.